എല്ലാവർക്കും നമസ്കാരം. രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പാക്കറ്റ് PDDP പാൽ മേടിച്ചതാണ് കേട്ടോ. പാൽ മേടിച്ച് ഞാനിപ്പോൾ തിളപ്പിച്ചതാണ്. തിളപ്പിച്ചപ്പോൾ ആകെ പിരിഞ്ഞു പോയപ്പോൾ ഒന്നുകിൽ നമുക്ക് പനീരുണ്ടാക്കാം. പനീരുണ്ടാക്കണതെന്ന് പറഞ്ഞാൽ അതൊരു തുണിയിലേക്ക് നമ്മൾ അങ്ങനെ തന്നെ കൊട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് നന്നായി ഒരു വലിയൊരു കനമുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതി. അമ്മിപ്പിള്ളയോ അല്ലെങ്കിൽ അമ്മിക്കുട്ടിയോ എന്തെങ്കിലും, അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണം എന്തെങ്കിലും നല്ല വെയിറ്റ് ഉള്ളത് വെക്കണം. വെച്ച് കഴിയുമ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും. പിന്നെ നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്ക് പനീര് കൊണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. റോസ്റ്റോ അല്ലെങ്കിൽ കറിയോ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് മേരി ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ഇത് ഊറ്റിയെടുത്തു. ഈ അരിപ്പയിൽ ഞാൻ ഊറ്റിയെടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്തിട്ട് ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടി. കണ്ടില്ലേ? ഇതാ അത് നല്ല ക്രീമിയായി. നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് തൈരാണ് കേട്ടോ. തൈരല്ല, മോര്. ഞാനെപ്പോഴും എൻ്റെ വായിൽ എപ്പോഴും തൈരെന്നേ വരുള്ളൂ. ഇത് മോരാണ്. ഇതൊന്ന് നമ്മൾ ഇളക്കിയിട്ട് 2 സ്പൂൺ മോര് ഇതിലേക്ക് ഒഴിക്കണം. ഞാനിത് മുഴുവനും എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ 2 സ്പൂൺ മോര് ഇത് ഇങ്ങനെ ഒഴിക്കും കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നാളെ വെച്ചാൽ നല്ല അടിപൊളി തൈര് കിട്ടും കേട്ടോ. നാളെ അടിപൊളി തൈര് കിട്ടും. ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് കണ്ടോ, ഞാൻ ഇന്നിപ്പോൾ ഇന്നലെ ഉറവിച്ചില്ലേ പാല് പിരിഞ്ഞ് പോയത്. ഇപ്പം അത് തൈര് എടുക്കാൻ പോകാം കേട്ടോ. അതാ തൈരാണിത്. നല്ല പുളിച്ച് നല്ല പാകമായിട്ടുള്ള ആവശ്യത്തിനുള്ള പുളിയേ ഉള്ളൂ. ഇപ്പോൾ നല്ല തൈര് കിട്ടി കേട്ടോ. അപ്പോൾ ഇനി ആരും പാല് കളയണ്ട. പിരിഞ്ഞു പോയാൽ ഒന്നുകിൽ നമുക്ക് പനീറുണ്ടാക്കണമെങ്കിൽ നല്ല കോട്ടൺ തുണിയിൽ, നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ നമ്മൾ ഫുള്ളൊഴിച്ചിട്ട് നന്നായി പിഴിയണം. ആദ്യം നല്ലോണം പിഴിഞ്ഞിട്ട് എല്ലാ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം നമ്മൾ കനമുള്ള എന്തെങ്കിലും എടുത്ത് വയ്ക്കാം കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കാം. അത് ശരിക്കും നല്ല തൈരിൻ്റെ ആ ടേസ്റ്റ് വന്നിട്ടുണ്ട്. അല്ല, അടിപൊളി ടേസ്റ്റ്. അല്ലെങ്കിൽ ശരിക്കും ഞാൻ എടുത്ത് കളയുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ചിലപ്പോഴൊക്കെ അങ്ങനെ തന്നെ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഒഴിക്കും. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.